ഇന്നെന്താ വിശേഷം എന്നല്ല, ഇന്ന് ഞാൻ പതിവ് പോലെ ഇതാ മുറൊക്കെ എടുത്ത് നമ്മുടെ പറമ്പിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാ പുതിയതായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ നമ്മുടെ ചുവന്ന കുറ്റിപ്പയറാണിത്. പിന്നെ അത് മാത്രമല്ല പേലുകുട്ടി എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നോക്കിയത് തക്കാളി കേട്ടോ. തക്കാളി ഇപ്പോൾ ഇത് നന്നായിട്ട് ഉണ്ടായി തുടങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. പക്ഷെ ഇതൊന്നല്ല കേട്ടോ ഞാനൊന്ന് പറയാൻ വരുന്നത്, നമ്മുടെ വീട്ടിൽ ഇപ്പം ഉണ്ടായിട്ടുള്ള ഒരാളാട്ടോ. ഇപ്പോഴല്ല കേട്ടോ, നമ്മുടെ വീഡിയോ തുടങ്ങി അന്ന് തൊട്ടേ നമ്മുടെ പറമ്പിലുള്ള ഒരാളാണ് ചതുരപ്പയർ. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ വീഡിയോ കാണുമ്പോഴേ അറിയാം, നമ്മൾ ദിവസം എന്ന് പറഞ്ഞ പോലെ ചതുരപ്പയർ പൊട്ടിക്കാറുണ്ട്. അതേപോലെ തന്നെ നോക്കി ഇപ്പോഴായാലും നോക്കിയാൽ എന്താ പറയുക, കഴിഞ്ഞ വർഷത്തെ ആ വിത്ത് വീണിട്ട് തന്നെ മുളച്ച് വന്ന തൈമയാണ് കേട്ടോ ഇപ്പോഴും ഇതേപോലെ ചതുരപ്പയർ ഉണ്ടാവുന്നത്. അതുണ്ടായി തുടങ്ങി കഴിഞ്ഞാൽ നിറച്ചുണ്ടാവുക. അതിപ്പോൾ നോക്കി കഴിഞ്ഞാൽ അറിയാം കേട്ടോ നമുക്ക് ഇതിൻ്റെ ഇടയിൽ. കാരണം നമ്മളിത് തൊട്ട് കാണിക്കേണ്ട പോലെ ഇലയുടെ കളറും ചതുരപ്പയറിൻ്റെ എന്താ പറയുക കളറൊക്കെ ഏതാണ്ട് ഓരോ പോലെ തന്നെയാണ്. ഈ പന്തലിൻ്റെ ഉള്ളിലേക്ക് നോക്കിയാൽ ഒക്കെയും കാണാട്ടാ. കണ്ടോ, ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ പന്തലിട്ട് കൊടുത്ത് ഇതേപോലെ ഉണ്ടായി നിൽക്കും ചതുരപ്പയർ. അപ്പോൾ ഈ ചതുരപ്പയറിന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, മറ്റുള്ള ഒരു പയറൊക്കെ നടുമ്പോൾ നമുക്കറിയാം പല കേടുകളും വരും. പക്ഷേ ചതുരപ്പയറിനൊന്നും കേടെന്ന് പറയുന്ന സംഭവമേ വരാറില്ല. നമ്മളിങ്ങനെ നട്ടു കൊടുത്ത് അതിന് അത്യാവശ്യം കടക്കിലേക്ക് ഈ ഉണക്ക ചാണകം പൊടിച്ചതോ അല്ലെങ്കിൽ നമ്മുടെ കപ്പലണ്ടി പിണ്ണാക്ക് നേർപ്പിച്ചതോ ഒക്കെ ഒഴിച്ച് കൊടുത്താൽ തന്നെ ഇവരൊക്കെ ആവശ്യത്തിനുള്ള വളർച്ചയായി അതേപോലെ തന്നെ ഇത് നന്നായി ഉണ്ടായി കിട്ടും ചെയ്യും കേട്ടോ. പിന്നെ അത് മാത്രമല്ല തോരൻ വയ്ക്കുക, അതുപോലെ ബീഫിലിട്ട് വയ്ക്കുക, അത് നോൺ വെജിനായാലും വെജിനായാലും ഒക്കെ വെച്ച് ഉപയോഗിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ടേസ്റ്റാണ് ഇത് കറി വെച്ച് കഴിക്കുമ്പോൾ കേട്ടോ ചതുരപ്പയർ. അപ്പം എനിക്ക് കുറച്ചുണ്ട് പൊട്ടിക്കാനായിട്ട്. അപ്പം ഞാനിതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കട്ടെ. അപ്പം നോക്കിയേ, ഇത്രയും ചതുരപ്പയർ നമ്മൾ പൊട്ടിച്ചെടുത്തു കേട്ടോ.